സുരേഷ് ഗോപിയുടെയും ജോർജ് കുര്യന്റെയും പ്രസ്താവനയിൽ വ്യാപക പ്രതിഷേധം. വ്യക്തമായ മറുപടി പറയാനാകാതെ കേരളത്തിലെ ബിജെപി നേതൃത്വം പ്രതിരോധത്തിൽ. ഇടതുപക്ഷം പാർലമെന്റിൽ ശക്തമായി ഉന്നയിച്ചിട്ടും വിഷയം ഏറ്റെടുക്കാത്ത കേരളത്തിന്റെ പ്രതിപക്ഷ നിലപാടും സജീവ ചർച്ചയാവുകയാണ്. കേരളത്തിന് തന്നെ അപമാനമായി രണ്ട് ബി.ജെ.പി. കേന്ദ്രമന്ത്രിമാർ. ആദിവാസി വകുപ്പ് ഉന്നത കുലജാതർ കൈകാര്യം ചെയ്യണമെന്ന മതേതര വിരുദ്ധ നിലപാടുമായി ഒരാൾ. ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം. ജാതിവശാൽ അങ്ങനെ നമ്മൾ ബ്രാക്കറ്റൈസ് ചെയ്തിട്ടുള്ള ഉന്നത കുലജാതർ, ഒരു ബ്രാഹ്മണനോ ഒരു നായിഡുവോ, അവർ നോക്കട്ടെ ഗോത്രവർഗത്തിന്റെ കാര്യങ്ങൾ. കേരളത്തെ ഇകഴ്ത്തി രണ്ടാമൻ. ഞാൻ പറഞ്ഞില്ലേ, പിന്നോക്കം നിൽക്കുന്ന സ്റ്റേറ്റുകൾക്കാണ് കൊടുക്കുന്നത്. കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിക്കൂ. കേന്ദ്ര ബഡ്ജറ്റിലും റെയിൽവേ ബഡ്ജറ്റിലും കേരളം നേരിട്ടത് വലിയ അവഗണന. ഇതിൽ ഉത്തരം മുട്ടുകയാണ് കേരളത്തിലെ ബി.ജെ.പി. നേതാക്കൾ. ഇതിനിടയിലാണ് കേന്ദ്രമന്ത്രിമാർ നടത്തിയ വിവാദ പ്രസ്താവനകളും ബി.ജെ.പിക്ക് തലവേദനയായി മാറുന്നത്. രണ്ടിലും വ്യക്തമായി മറുപടി പറയാൻ ആകാതെ കേരളത്തിലെ ബി.ജെ.പി. നേതൃത്വം പ്രതിരോധത്തിലാണ്. നേതാക്കളുടെ വാക്കുകളിൽ തന്നെ ഉണ്ട് അതിന്റെ സൂചനകൾ. ഇപ്പം വളരെ കൃത്യമായി ഞാൻ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം അതിന് ഉത്തരവും പറഞ്ഞു, നിങ്ങൾ ചോദിച്ചു. ഇനി ഞാൻ പിന്നീട് അതിന് ശേഷം ഇനി എന്താ ഞാൻ പറയാനുള്ളത്? അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹം അതിനെക്കുറിച്ചിട്ടുള്ള അദ്ദേഹം അഭിപ്രായ പ്രകടനം അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത് എന്താണെന്നും പിന്നെ അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ അഭിപ്രായം എന്താണെന്നും അയാൾ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. വിഷയത്തിൽ വലിയ പ്രതിഷേധമാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. സഭ നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്യണമെന്ന് CPI രാജ്യസഭാ അംഗം സന്തോഷ് കുമാർ നോട്ടീസ് നൽകി. പാർലമെന്റിന്റെ പുറത്ത് ഇടത് എംപിമാർ ശക്തമായ പ്രതിഷേധമുയർത്തി. സുരേഷ് ഗോപിയുടെ പ്രസ്താവന ഭരണഘടനാ വിരുദ്ധമെന്നും മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കണമെന്നും ജോൺ ബ്രിട്ടാസ് MP ആവശ്യപ്പെട്ടു. എന്നാൽ ഇക്കാര്യത്തിൽ ഇരുസഭകളിലും ബി.ജെ.പിക്കെതിരെ UDF എംപിമാർ ഒരക്ഷരം മിണ്ടിയില്ല. വിഷയം ഏറ്റെടുക്കാത്ത കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ നിലപാടും ജനങ്ങളുടെ ഇടയിൽ സജീവ ചർച്ചയാവുകയാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.